പോസ്റ്റർ, ഫ്ലക്സ്, ഷഡ്ഡി, തോർത്ത്, ഇത്രയെല്ലാം മേൽക്കെട്ടിട്ട് ഒറ്റ ഒരുത്തിനും വിളിക്കുന്നില്ലല്ലോ അപ്പ. അഞ്ചാളെ കൈമന്നാന്ന് പൈസ മറിച്ചത്, മറ്റൊന്നത് തിരിച്ചു കൊടുക്കണം. ഈ പരിപാടി അങ്ങനെ പൊളിഞ്ഞാണ്ടല്ല, കുത്തുപാളെടുക്കേണ്ടി വരും. എടാ, നാട്ടിൽ മണ്ടന്മാര് കുറയണുണ്ടല്ലോ, ആരെങ്കിലും വിളിക്കുമായിരിക്കും. ഹലോ ഹലോ, മൂലക്കാട് അണ്ടി ആഫീസ് അല്ലേ? അല്ലടാ, തീട്ടക്കാട് കുശു ആഫീസ്. കരിമ്പാറ ഇവിടെ മനുഷ്യന്റെ ആസനത്തിൽ തീ മുഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ ഓൻ്റെ തേങ്ങാപ്പുള്ളി പ്രസ്ഥാനം കൊണ്ടിരുന്നത്. ഇവനെ ഞാനിന്ന് എന്താ തിരുമേനിയല്ലേ? അതെ, തിരുമേനിയാണ്. മെന്റലിസ്റ്റ് തിരുമേനി. എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം. കാണിക്കാലോ. അല്ല, ഇത് ഏത് സ്ഥലം? സ്ഥലം പിടിച്ചോ. മൺചട്ടി നഗർ, കരിമ്പാറ PO, പുയിക്കാട് ജില്ല. ഇപ്പൊ തന്നെ വന്നോ? ആ, എത്തി ഇപ്പൊ എത്തും. ഓക്കെ. കണ്ട, ഇവിടെ മണ്ടന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടേ നമുക്ക് ഓഫീസിലേക്ക് പോവാം. അതിൽ പോരും. ബാ ബാ. ഒരു മാസത്തേക്ക് 8,000 റുപ്യ വാടക. ഇതൊക്കെ എന്ത്? ഇതിൻ്റെ 3 ഇരട്ടി നമ്മൾ സമ്പാദിക്കും. ഫ്ലക്സ് നല്ല ഉണ്ടല്ലോടാ. എടാ, നീ എന്തെങ്കിലും ആലോചിച്ച് കൊടുക്കുന്നത്? അല്ല, നമ്മൾ ഷാജിയില്ലേ, ഓന് പെണ്ണ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ വിഷ്ണുവിനെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ടാവുക. ഓൻ്റെ ആഗ്രഹം പോലെ ഒരു സ്വപ്നത്തിന് പെണ്ണ് കിട്ടിയില്ലേ, പിന്നെന്തിയേ? അല്ലേന് ഓനെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ടാവുക. എന്നെ കുഴിച്ചു മൂടാൻ വിചാരിച്ചിട്ടല്ലടാ, പക്ഷെ എനിക്ക് വേറെ വഴിയില്ലടാ. കൂടെ പിറന്ന നൻപ, സോറി. എനക്ക് പെണ്ണില്ലടാ. തിരുമേനി, ഞാൻ സുന്ദരൻ. സുന്ദരൻ? ഓ, സുന്ദരൻ, നല്ല പേര്. വെറൈറ്റി. എനിക്കഥ പറഞ്ഞോ. കഥയോ? എന്തു കഥ? എടോ, തൻ്റെ മറ്റേ കഥ പറ. ഓ, മറ്റേ കഥ. വത്സമ്മ മുണ്ടും ബ്ലൗസും ഉടുത്ത് കുളക്കടവിലേക്ക് കുളിക്കാനിറങ്ങി. അപ്പോഴാണ് പട്ടാളക്കാരൻ പുരുഷൻ കുളക്കടവിലേക്ക് കടന്നു വരുന്നത്. എടാ സുന്ദര, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ അതിന്റെ കഥ പറയടാ. സുന്ദരേട്ടാ, ഈ കഥേൻ്റെ ബാക്കി പിന്നെ പറഞ്ഞാൽ മതി. ഓ, ഈ കഥ ആയിരുന്നില്ല അല്ലേ? ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. പതിവ് പോലെ തേരാപാര നടക്കുന്ന ഞാൻ പുക വരുന്ന ഒരു കുപ്പി കണ്ടു. പുക കൂടി വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഭൂതം പ്രത്യക്ഷപ്പെട്ടു. ആരാ? ഞാൻ കുൽസിതപുരം ഗ്രഹത്തിലെ അടിമയായ ഭൂതം. ഭൂതോ? അപ്പൊ ഇനി എനിക്ക് പണിയെടുക്കാതെ ജീവിക്കാലേ? അല്ല, ഈ അന്യഗ്രഹ ഭൂതം അങ്ങനെ ഭൂമിയിലെത്തി? അത് വലിയൊരു കഥയാണ്. ഓഹോ, വലിയ കഥയാണോ? അന്നാ പിന്നെ ചുരുക്കി പറഞ്ഞാൽ മതി. ചുരുക്കി പറയാനൊന്നും കഴിയാ, വേണമെങ്കിൽ കേട്ടാ മതി. അങ്ങ് സൂര്യന്റെ അപ്പുറത്താണ് നമ്മുടെ കുൽസിതപുരം ഗ്രഹം. ഞങ്ങൾ കുറെ അടിമകൾ പല്ലുമുറിയെ പണിയെടുത്ത് എല്ലുമുറിയെ തിന്നാൻ പറ്റാത്ത ഗ്രഹം പണിയെടുക്കുന്നു. മുതലാളിമാരെ സേവിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഭൂതങ്ങളായ ഞങ്ങളെ കുപ്പിയിലടച്ച് വേറെ ഗ്രഹങ്ങൾക്ക് കച്ചവടം ചെയ്തു. ഒരു കുപ്പി ഭൂതത്തിന് 2 ഉറുപ്യ. ഞാൻ എങ്ങനെയാണ് എത്തിയെന്നറിയില്ല. ഒരു കുപ്പി ഭൂതത്തിന് 2 റുപ്യ? ഒരു സിഗരറ്റ് കിട്ടിയില്ലല്ലോ. അതെന്തോ ആയിക്കോട്ടെ, ഇപ്പൊ നിന്നെ മോചിപ്പിച്ചത് ഞാൻ. അപ്പൊ നീ ഞാൻ പറയുന്നത് കേൾക്കണം.
എനിക്കൊരു ഉപ്പി ജവാൻ കിട്ടും. അയ്യ ഇപ്പൊ കിട്ടും. അതിനെ എനക്ക് മന്ത്രശക്തിയൊന്നും ഇല്ലാട്ടാ. മുതലാളിയിൽ ഒന്നിച്ച് 24 മണിക്കൂർ നിൽക്കണം, അത്ര എന്നെ പഠിപ്പിച്ചിട്ട്. ആ അതിന് ശേഷം ആ കള്ളപ്പന്നി ഞാൻ എവിടെ പോയാലും എൻ്റെ ഒന്ന് ചിഹ്നുണ്ടാവും. കാമാക്ഷി, എന്റെ വേലക്കാരി ഞാനോ. ഇതാണ് എൻ്റെ പ്രശ്നം. നിങ്ങൾ ഈ ഭൂതത്തൊന്ന് ഒഴിവാക്കി തരണം. അല്ല, നിങ്ങൾ എവിടെ പോയാലും ആ ഭൂതം നിങ്ങളൊക്കെ ഉണ്ട് എന്നല്ലേ പറഞ്ഞത്? അതെ. അങ്ങനെയാണെങ്കിൽ ആ ഭൂതം ഇവിടെ ഉണ്ടാ? ഉണ്ടല്ലോ, എൻ്റെ ഒന്ന് ചെന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾക്കൊന്ന് പുറത്തു പോവാ കുറച്ച് സമയം. അപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് മെൻ്റൽസെ കുറച്ചൊന്ന് ചർച്ച ചെയ്തിട്ട്. എനക്കിതൊന്നും കൈയോട്ടുവാ. ഭൂതവും പ്രേതം അങ്ങ് ഡേഞ്ചറാണ്. അതും അന്യഗ്രഹഭൂതം. ആ മണ്ട ഷാജിനെ പറ്റിച്ചെന്ന് വെച്ചിട്ട് ഈറ്റങ്ങളെ നോയിപ്പിക്കാൻ എന്നെ കൊണ്ട് ചെയ്യാം. ഭൂതവും പ്രേതൊന്നും ഇല്ല ഭായി, അതല്ല അയാൾ വെറും തോന്നലാന്ന്. അതും അന്യഗ്രഹഭൂതം ഏടെങ്കിലും കേട്ടിനാ? നിങ്ങൾ മെൻ്റലിസം എന്തെങ്കിലും കാണിച്ചിട്ട് ആ തോന്നൽ അങ്ങോട്ട് മാറ്റിയാൽ മതി. അത് ശരിയാണല്ലോ. ഞാൻ എന്തിനു പേടിക്കുന്നത്? ഞാൻ മെന്റലിസ്റ്റ് അല്ലേ? ആ എനക്ക് പേടിയാ. വിളി. സുന്ദരേട്ടാ, നിങ്ങളിലേക്ക് പോയിക്കൊള്ളൂട്ടാ. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് തിരുവേനി. പിന്നെ ആ ഭൂതത്തിനെ കൂടി കൂട്ടിക്കൊള്ളൂട്ടാ. ഞാൻ ഇവിടെ ഒന്നാളാ, പേടിയിട്ടൊന്നുമില്ല. ഞാൻ 1, 2, 3 നിർമ്മതി കണ്ണടച്ചോ. ഉറക്കത്തിലേക്ക് പോയാ ഞാൻ പറഞ്ഞത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. 1, 2, 3. ആദ്യ സക്സസ്. എടാ സുന്ദര, നീ വിചാരിക്കും പോലെ ഈ നാട്ടിൽ ഭൂതവും പ്രേതവും ഒരു കോപ്പൂലടാ. ഇതെല്ലാം നിന്റെ തോന്നലാണ്. ഇനി നീ കണ്ണു തുറക്കുമ്പോ നിന്റെ അടുക്ക ഭൂതവും ഉണ്ടായില്ല, ഒരു പ്രേതവും ഉണ്ടായില്ല. കണ്ണു തുറക്കടാ. എടാ തുറക്കടാ. പോയി. ഭൂതവും പോയി, പ്രേതവും പോയി. എൻ്റെ വേലക്കാരി ഞാനോ, ഞാൻ വരുന്നിട്ടാ. കള്ള മുതലാളി, കള്ള തിരുമേനി എന്നെ പറ്റിച്ചു. എന്റെ മുതലാളി, എന്നെ ഒഴിവാക്കാൻ നിങ്ങൾ ആരടുത്തും പോണ്ട. ഞാൻ നല്ലോണം പണിയെടുക്കും. സമ്മതാണെങ്കിൽ നമുക്ക് രണ്ടാക്കും അധ്വാനിച്ച് ഒന്നിച്ച് മുമ്പോട്ട് പോവാ. പണി എന്നെല്ലാം പറയുമ്പോ നിങ്ങൾ അടുത്തെങ്കിൽ പണി ഒപ്പിച്ചെന്നാ മതി. നീ പണി ഞാൻ എടുക്കുന്നില്ലേ? പണി ഞാൻ എടുത്തോളന്ന്. ഇത് കൊള്ളാലോ.